UDFന് 102 സീറ്റ് വാരിക്കൊടുത്തത് രത്തൻ ഖേൽക്കറാണോ? അതോ 10 വർഷത്തെ പിണറായിയുടെ ദുർഭരണത്തോടുള്ള ജനങ്ങളുടെ അടങ്ങാത്ത കലിപ്പാണോ? ഒരുപാട് കേട്ടുമടുത്ത ചോദ്യം. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ നിയമനത്തിന് പിന്നിൽ CPM ഭയക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി VD സതീശന്റെ ആ മാസ്റ്റർ പ്ലാൻ, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പരാജയം സമ്മതിക്കാൻ കഴിയാത്ത CPM ഇപ്പോൾ നടത്തുന്ന ആ നാണം കെട്ട കളി കണ്ടോ? മുൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശൻ തന്റെ സെക്രട്ടറിയായി നിയമിച്ച വാർത്ത കേട്ടതും AKG സെന്ററിൽ നിന്നും ഉയരുന്നത് വെറും ഒരു എതിർപ്പല്ല, മറിച്ച് വലിയൊരു ഭയമാണ്. എന്തിനാണ് ഒരു ഉദ്യോഗസ്ഥനെ കണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്? തങ്ങളെ തോൽപ്പിച്ചത് ജനങ്ങളല്ല, മറിച്ചൊരു ഉദ്യോഗസ്ഥനാണെന്ന് വരുത്തി തീർത്ത് അണികളെ സമാധാനിപ്പിക്കാനുള്ള ഈ ശ്രമം ശരിക്കും തന്നെയാണ്. പറയാൻ മടി തോന്നുന്നു. 2 തവണ തുടർച്ചയായി ഭരിച്ചതിന്റെ അഹങ്കാരം തലക്കി പിടിച്ച ഒരു ഭരണകൂടത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഭരണ തുടർച്ച എന്നത് ജനങ്ങളെ സേവിക്കാനല്ല, മറിച്ച് അഴിമതി നടത്താനുള്ള ഒരു ലൈസൻസായി കണ്ടവർക്ക് കേരളത്തിലെ പ്രബുദ്ധരായ ജനത നൽകിയ ചുട്ട മറുപടി. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ CPMന്റെ പല വമ്പൻ സ്രാവുകളും കടപുഴകി വീണു. എന്നിട്ടും തെറ്റുതിരുത്തുന്നതിന് പകരം പരാജയത്തിന് ബലിയാടുകളെ തിരയുകയാണ് CPM നേതൃത്വം. ഇവിടെയാണ് രത്തൻ ഖേൽക്കർ എന്ന IAS ഉദ്യോഗസ്ഥനെ അവർ പ്രതിക്കൂട്ടിൽ നിർത്താനായി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ തന്റെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് എത്ര കൃത്യമാണ്. രത്തൻ ഖേൽക്കർ ആണോ ഞങ്ങളെ ജയിപ്പിച്ചത്? ജനങ്ങളുടെ പൾസ് അറിയുന്ന ഒരു നേതാവായി സതീശൻ മാറി. സത്യം പറയാലോ, നമ്മൾ നല്ലത് കണ്ടാൽ നല്ലത് പറയണം. അപ്പോൾ പിണറായി വിജയൻ വെറും ഒരു മുൻ മുഖ്യമന്ത്രി മാത്രമായി ഒതുങ്ങിപ്പോയി, അതും വെറുപ്പും അറപ്പും ഏൽക്കുന്ന ഒരാൾ. തോറ്റതിന്റെ ആ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് അവരുടെ ഓരോ പ്രസ്താവനകളിൽ നിന്നും വ്യക്തവുമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് CPM വാദിക്കുന്നത്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാകും. നളിനി നെറ്റോ എന്ന ഉദ്യോഗസ്ഥയെ ഓർമ്മയുണ്ടോ? അവരും കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നു. അവർ പിന്നീട് പിണറായി വിജയന്റെ ഓഫീസിലല്ലേ ജോലി ചെയ്തത്? മറുപടിയില്ലേ? അന്ന് അത് വിപ്ലവകരമായ നടപടിയും ഇന്ന് സതീശൻ ചെയ്യുമ്പോൾ അത് ഗൂഢാലോചനയുമാകുന്നത് എങ്ങനെയാണ്? ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെയാണ് CPMന്റെ രാഷ്ട്രീയം ചീഞ്ഞ് നാറുന്നത്. ബംഗാളുമായി കേരളത്തെ താരതമ്യം ചെയ്താണ് പിണറായി വിജയൻ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുന്നത്. എങ്കിൽ ഇതേ ബംഗാളുമായി താരതമ്യം ചെയ്ത് നിങ്ങളെ ഞങ്ങളൊന്ന് പരീക്ഷിക്കട്ടെ. ബംഗാളിൽ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടുകൾ നീക്കം ചെയ്തു എന്ന് കോൺഗ്രസും CPMും ഒരുപോലെ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ കേരളത്തിൽ അങ്ങനെയൊന്നും നടന്നോ? അത് ഈ നിയമത്തും കഴക്കൂട്ടത്തും ഒന്നും അവിടെ സംഭവിച്ചില്ലേ? എന്തായാലും രത്തൻ ഖേൽക്കർ എന്ന ഉദ്യോഗസ്ഥനെതിരെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ചെറിയ പരാതിയെങ്കിലും നൽകാൻ CPMന് കഴിഞ്ഞോ? ഇല്ല. ഇന്ന് ഭരണം പോയപ്പോൾ അദ്ദേഹത്തെ പടി പറയുന്നത് വെറും ഭീരുത്വമാണ്. ഇനിയാണ് നമ്മൾ ഈ നാടകത്തിന്റെ ചുരുളഴിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ എന്തിനാണ് രത്തൻ ഖേൽക്കറെ തന്നെ ഓഫീസിലേക്ക് വിളിച്ചത്? അവിടെയാണ് CPMന് ശരിക്കും വിയർപ്പിക്കുന്ന ആ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിൽ നടന്ന പല നിർണായക അഴിമതികളുടെയും തെളിവുകൾ ഇലക്ഷൻ കമ്മീഷന്റെയും IT വിഭാഗത്തിന്റെയും ഫയലുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ സ്വർണ്ണക്കടത്ത് മുതൽ AI ക്യാമറ വിവാദം വരെ നീളുന്ന ആ വലിയ അഴിമതി ശൃംഖലയുടെ കണ്ണി മുറിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ ഖേൽക്കറുടെ പക്കലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നതോടെ പഴയ ഫയലുകളൊക്കെ ഓരോന്നോരോന്നായി തുറക്കപ്പെടും. നിയമത്തിന് മുന്നിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വാക്കുകൾ നിഴലിക്കുന്നത് വരാനിരിക്കുന്ന അഴിമതി കേസുകളെ കുറിച്ചുള്ള ഭയമാണ്, അങ്കലാപ്പാണ്, ഭീരുത്വമാണ്. അപ്പോൾ ആ ഭയത്തെ മറയ്ക്കാൻ വേണ്ടിയാണ് അവർ ഉദ്യോഗസ്ഥരുടെ നെഞ്ചത്തേക്ക് കയറുന്നത്. വഴിതിരിച്ചു വിടണ്ടേ? പുതിയ വഴി എങ്ങനെയുണ്ട്? എന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് വമ്പൻ സ്രാവുകളുടെ അറസ്റ്റ് ആയിരിക്കും. രത്തൻ ഖേൽക്കർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയാമോ? CPMന്റെ കാലാകാലങ്ങളായിട്ടുള്ള വോട്ട് ബാങ്കായ ഇരട്ട വോട്ടുകൾ അദ്ദേഹം കർശനമായി തടഞ്ഞു എന്നതാണ്. കള്ളവോട്ട് ചെയ്യാൻ സാധിക്കാത്തതും വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചതും CPMന് വലിയ തിരിച്ചടിയായി. SIR ഒക്കെ വലിയ തെറ്റാണ്. എന്തായാലും ഇത്തവണ UDF നേടിയ 102 സീറ്റുകൾ വ്യക്തമായ ഭൂരിപക്ഷമാണ്. അതിനെ ഒരു ഉദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ചെയ്തു കൂട്ടിയതിനൊക്കെ എന്തെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ മിണ്ടാതിരിക്കെങ്കിലും ചെയ്യേ. മന്ത്രിസഭാ യോഗത്തിൽ രമേശ്
രമേശ് ചെന്നിത്തല പോലും ഈ നിയമനത്തെ പിന്തുണച്ചത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങൾ ഭരണപരമായ തീരുമാനങ്ങൾ മാത്രമാണെന്നും CPM-ന്റെ ആരോപണങ്ങൾ യുക്തിക്ക് നിരക്കാത്തതാണെന്നും മുഖ്യമന്ത്രി സതീശൻ തുറന്നടിച്ചു. തങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം മറ്റാരോ ആണെന്ന് വരുത്തി തീർത്ത് അണികളെ സമാധാനിപ്പിക്കാനാണ് CPM ഇപ്പോൾ നോക്കുന്നത്. കഷ്ടം തന്നെ, സഹതാപം തോന്നുകയാണ് നിങ്ങളോട്. എന്തായാലും എൻ്റെ സഖാക്കളെ, ജനങ്ങൾ പൊട്ടന്മാരല്ല, പൊതുജനം കഴുതിയല്ല. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ പതനം ഉണ്ടായതെന്ന് ലോകത്തിന് മൊത്തം അറിയാം. കേരളം ജനങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അറപ്പും വെറുപ്പൊക്കെ തോന്നുന്നുണ്ടാവും. നിങ്ങളോടൊന്നും മിണ്ടാതിരിക്കുക. ഭരണം കൃത്യമായി കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി VD സതീശൻ തിരഞ്ഞെടുത്ത ടീം എന്തായാലും അങ്ങേയറ്റം കരുത്തുറ്റതാണ്. അതിന് കയ്യടി അർഹിക്കുന്നുണ്ട്. ചീഫ് വെപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി KC വിൻസെന്റിനെ കൊണ്ടുവന്നതും ഭരണകൂടത്തിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് പുതിയ സർക്കാരിന്റെ വ്യക്തമായ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവെപ്പാണ്. എന്നാൽ ഇതിലൊക്കെ എങ്ങനെ ഉടക്കിടാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇനി അടുത്ത തവണയെങ്കിലും നമുക്ക് ഭരണം തിരിച്ചു പിടിക്കണം, അതിന് കയ്യിലിരിപ്പ് നന്നാവണം മനുഷ്യ. എന്തായാലും പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ നോക്കുന്നത് അനുചിത്യമാണെന്ന് സതീശൻ പറഞ്ഞത് എത്ര ശരിയാണ്. ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അവിടെ പോലും രാഷ്ട്രീയം കളിക്കുന്ന ഈ CPM-ന്റെ ഈ രീതി, അതുകൊണ്ടാണ് കേരളം ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. കഷ്ടം തന്നെ നിങ്ങളുടെ അവസ്ഥ. എന്തായാലും ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. CPM ഭയപ്പെടുന്നത് പോലെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. രത്തൻ കേൽക്കറുടെ കയ്യിലുള്ള ആ മാന്ത്രിക ഫയൽ ഏതാണ്? മുഖ്യമന്ത്രി സതീശൻ്റെ ഓഫീസിലെ ഈ പുതിയ നിയമനം വഴി അടുത്ത ആഴ്ച കേരളത്തെ ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തൽ വരാൻ പോവുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന്. പിണറായി സർക്കാരിൻ്റെ കാലത്തെ ആ പ്രമുഖ മന്ത്രിയുടെ വീട്ടിലേക്ക് ഉടൻ വിജിലൻസ് എത്തുമോ എന്നാണ് നമുക്കിനി കാത്തിരിക്കേണ്ടത്. അതായത് ശബരിമല കൊള്ളയത്തിൻ്റെ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു തന്നെ അറിയാം. ഉദ്യോഗസ്ഥരെ വിരട്ടി ഭരിക്കാമെന്ന് കരുതി ആ പഴയകാലത്ത് അവസാനിച്ചു. നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ CPM എന്ന പാർട്ടിക്ക് കേരളത്തിൽ ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ പാർട്ടി ഇവിടെ ഉണ്ടാവുമോ? VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കവും കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണോ? നമുക്ക് കണ്ടറിയാം. പരാജയപ്പെട്ട CPM-ന് എന്ത് അടവ് പുറത്തെടുക്കും, അവരുടെ അടുത്ത അടവ് എന്താണ് ഒക്കെ അറിയാം. നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാം കീറി മുറിച്ച് തന്നെ പരിശോധിക്കും. രത്തൻ കേൽക്കറെ മാറ്റാൻ അവർ കോടതിയിൽ പോകുമോ, അതോ സതീശന്റെ ഈ ബോർഡ് തീരുമാനത്തിന് മുന്നിൽ മുട്ടുമടക്കുമോ? കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.